വിരാട് കോഹ്ലി വരെ യൂസ് ചെയ്യണ സെയിം സൺസ്ക്രീൻ ആണ് ഞാനും യൂസ് ചെയ്യണ പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്കായി. വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് നീയും യൂസ് ചെയ്യുന്നത്. വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അല്ലേ, ഏതാണെന്ന് അറിയണ്ടേ നമുക്ക്? പ്രൈസ് കേട്ടാ നിങ്ങളും ഷോക്കാവും. വെറും 270 റുപ്പീസ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്കോപ്പിന്റെ ഈ 3% നയസിനമൈഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ അത്രയ്ക്ക് അടിപൊളിയാണ്. 270 രൂപയുടെ സൺസ്ക്രീൻ ആണ് വിരാട് കോഹ്ലി ഉപയോഗിക്കുന്നത്. വിരാട് കോഹ്ലിന്റെ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ ബാഗ് തുറന്നപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ അറ്റം ഭാഗം പുറത്തേക്ക് വന്നു. ആ അറ്റവും ഈ പ്രൊഡക്റ്റ് സൺസ്കോപ്പ് എന്ന് പറയുന്ന സൺസ്ക്രീനിന്റെ അറ്റവും ഒരേ കളർ ആയത് കാരണം സൺസ്കോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡാണ് വിരാട് കോഹ്ലി ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിച്ചു. എന്താണെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വിശ്വസിക്കാം മച്ചാനെ. പക്ഷേ മച്ചാനെ ഇതിൽ വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, മച്ചാൻ പറയുന്ന ഈ സൺസ്കൂപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ആവുന്നത് 2022-ലാണ്. പക്ഷേ ഈ വീഡിയോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒഫീഷ്യൽ പേജിൽ 2020 വന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഇന്നോവിസ്റ്റ് ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് 2020 വിരാട് കോഹ്ലി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോ പറയാൻ പറ്റില്ല, വിരാട് കോഹ്ലി വല്ല ടൈം മെഷീൻ ഒക്കെ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ പോയിട്ട് ഈ പ്രോഡക്റ്റ് മേടിച്ച് പാസ്റ്റിലേക്ക് വന്നതാവാം. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ ഇവർ ഈ അറ്റം കാണിച്ച പ്രോഡക്റ്റ് പുള്ളിക്കാരൻ പുറത്തെടുത്ത് കാട്ടുന്നുണ്ട്. ഇത് സത്യത്തിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൗസിലൊക്കെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ്. അത് പുള്ളിക്കാരൻ അവിടെ പറയുന്നുണ്ട്. അല്ലാതെ ആ വീഡിയോയിൽ എവിടെയും പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിന്റെ ബ്രാൻഡ് ഏതാന്ന് പറയുന്നില്ല. ഇനിയിപ്പോ ആ വീഡിയോയിൽ ഇല്ലെങ്കിലും വിരാട് കോഹ്ലി എവിടെയും തന്നെ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഗൈസ്, ഇതേപോലത്തെ 270 രൂപേന്റെ ലുഡാസ് സൺസ്ക്രീൻ ഒന്നും ആയിരിക്കില്ല പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നത്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തൊക്കെയോ എമൗണ്ട് കൂടിയ തരത്തിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റേഴ്സ് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസിനെ പറ്റി. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സൺസ്ക്രീൻ ആയിരിക്കും ഈ ക്രിക്കറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും മച്ചാനെ, നിന്നെയൊക്കെ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നല്ല അടി കിട്ടാത്തതിന്റെ കുറവാണത്. നാട്ടുകാർ പിടിച്ച് നല്ല തല്ല് തല്ലണം, എന്നാലാണ് നിന്റെയൊക്കെ ഈ ഒരു എന്താ പറയുക കുത്തിക്കഴപ്പ് മാറത്തുള്ളൂ. കാരണം നീയൊക്കെ ഒരു പണിയല്ലേ ചെയ്യുന്നത്, അതിലൊരു ഇച്ചിരി ഒരു ഭയങ്കരമായിട്ട് വേണമെന്നില്ല, ഒരു ഇച്ചിരിയെങ്കിലും അന്തസ് കാട്ട്. നീയൊക്കെ പ്രൊമോഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന തെറ്റാന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. പക്ഷെങ്കിൽ അതിലൊരു അന്തസ് ഉണ്ട്, ഒരു മാന്യതയുണ്ട്. ഇങ്ങനെ കള്ളം പറഞ്ഞുണ്ടാക്കുന്ന പൈസക്ക് നീയൊക്കെ തിന്നാൻ നിനക്ക് ദഹിക്കുമോ? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. നീയൊക്കെ ഒന്നും പറയുന്നില്ല ഗൈസ്. പൊന്നു മക്കളെ, ഇങ്ങനെ തൊടായ്പിലൊന്നും പോയി വീഴാതിരിക്കുക. ഇങ്ങനെ വീഴുമെന്ന് തോന്നുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്തിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയിക്കുക. ഓക്കെ, ബൈ.